ഞാൻ പ്രമോദേട്ടാന്ന് വിളിക്കാൻ കാര്യം വേറൊന്നുമില്ല. പ്രമോദേട്ട എന്നേലും പ്രായം കുറവാന്ന് എനിക്കറിയാം. ഈ ബഹുമാനം കൊണ്ടാണ് എനിക്കറിയാം. കാരണം നാടകവേദിയിൽ ചില ഞാൻ കണ്ടിട്ടില്ലാത്ത പല നാടകങ്ങളും പ്രമോദേട്ടൻ്റെ പെർഫോമൻസിനെ കുറിച്ച് പലരും ഞാൻ പറഞ്ഞു കേട്ടിട്ടുണ്ട്. നാടകത്തിൽ ചെയ്തതിൻ്റെ ഒരു അംശം പോലെ നമുക്ക് സിനിമയിലൊന്നും ചെയ്യാൻ പറ്റിയിട്ടില്ല. അത് പറ്റില്ല, അത് പറ്റില്ല. ക്യാരക്ടേഴ്സുകളാണേലും ഗംഭീര ക്യാരക്ടറുകൾ നമുക്ക് നമ്മുടെ ഒരിക്കലും എന്നെ സംബന്ധിച്ചിടത്തോളം അങ്ങനെയുള്ള ക്യാരക്ടറുകൾ കിട്ടി ഞാൻ അത്ഭുതപ്പെട്ടിട്ടുണ്ട്. ഇത് എന്നെയൊക്കെ അവരങ്ങനെ ഫ്രാൻസിസ് മാവേലിക്കര എന്ന് പറയുന്ന വലിയ മനുഷ്യൻ നമുക്ക് വേണ്ടി അങ്ങനെയുള്ള നാടകങ്ങളൊക്കെ എഴുതി തരിക എന്ന് പറയുന്നത് തന്നെ. പിന്നെ എനിക്ക് എപ്പോഴും ഞാൻ എല്ലാ ഇങ്ങനെയുള്ള ചെറിയ ചർച്ചകളിലും വലിയ ചർച്ചകളിലൊക്കെ പറയുന്നത് ഇത് കിട്ടേണ്ട ഒരു ഫെസിലിറ്റി അല്ലെങ്കിൽ കിട്ടേണ്ട ഒരു മാന്യതയും മര്യാദയും എല്ലാ തലത്തിൽ നിന്നും ഈ നാടകക്കാർക്ക് കിട്ടുന്നുണ്ടോ എന്നുള്ള സംശയം മാത്രമേ ഉള്ളൂ. കിട്ടുന്നില്ല സത്യം. അത് നമുക്ക് നിങ്ങൾക്ക് തന്നെ അറിയാമല്ലോ. ഇപ്പം ശരിക്കും പറഞ്ഞാൽ ഒരു മിമിക്രി കലാകാരന് കിട്ടുന്നതിൻ്റെ പകുതിയുടെ പകുതി പോലും വേതനമാണേലും കൊള്ളാം, മറ്റ് ഇത് കിട്ടുന്നില്ല. ഇപ്പം ആളുകൾക്ക് മാറി മാറി തുടങ്ങി. ഇങ്ങനെ കുറേ ആളുകൾ ഇപ്പോൾ നാടകത്തിൽ സിനിമയിലേക്ക് വരികയും മോശമല്ലാത്ത പ്രകടനം രമേശ് ചേട്ടനൊക്കെ മോശമല്ലാത്ത പ്രകടനം കാഴ്ചവെക്കുമ്പോൾ നാടക നടന്മാർ കൊള്ളാം, നല്ല നടിമാർ കൊള്ളാം എന്ന് പറയുന്ന ഒരു തലത്തിൽ പണ്ടും അങ്ങനെ തെളിയിച്ചിട്ടുണ്ട്. പിന്നെ ഇടക്കാലം കൊണ്ട് മിമിക്രിക്കാർ സിനിമ വല്ലാതെ ഭരിക്കുന്ന ഒരു കാലം വന്നില്ലേ. അത് ആ ഒരു തരംതിരിവ് സിനിമ മേഖലയിലുള്ളൂ എനിക്ക് തോന്നുന്നു. മിമിക്രിക്കാരനാണ് അവൻ കാണിച്ച ഓവറായിരിക്കും, നാടകക്കാരൻ അവനൊരു കാണിക്കലാണ്. ഇത് സിനിമ എന്ന മേഖലയെ നമ്മൾ സമീപിക്കുമ്പോഴാണ് അങ്ങനെ അമ്പലപ്പുറം പള്ളിപ്പുറമ്പിലും നമ്മളൊക്കെ ഉണ്ട് കൈയടിയല്ലേ. ഇത് പിന്നെ നമുക്ക് ഈ തിരിച്ചറിവ് കിട്ടുക എന്നുള്ള ഇതിന്റെ ക്യാമറ എന്താവശ്യപ്പെടുന്നു, സ്റ്റേജ് എന്താവശ്യപ്പെടുന്നു ഉള്ള തിരിച്ചറിവ് കിട്ടുന്നിടത്താണ് ഈ രണ്ട് കലാകാരന്മാർ നമുക്ക് അവർക്ക് വിജയിക്കാൻ പറ്റും. തീർച്ചയായിട്ടും നാടകത്തിലെ ആ പ്രായമായ അപ്പച്ചൻ നല്ലാക്ഷൻ പ്രമോദേട്ടൻ പല ഇന്റർവ്യൂലും പറഞ്ഞാണെങ്കിലും എനിക്ക് വേണ്ടി ഒരു പ്രാവശ്യം പറയണം, എനിക്ക് വേണ്ടി. അതുകൾ ഈവൻ ഇത് കൊണ്ടങ്ങ് ഇത് ഒന്നുമില്ല. അതിന്റെ സിറ്റുവേഷൻ അറിയാമല്ലോ അല്ലേ. മക്കൾ ഉപേക്ഷിക്കപ്പെടുന്ന ഒരച്ഛൻ പുള്ളി ബാത്റൂം ഈ മെത്തേ കിടന്ന് മൂത്രം ഒഴിക്കുമ്പം ഈ മകൻ പറയുന്നതിനാണ് ഇതൊക്കെ കിടന്ന് മൂത്രം ഒഴിച്ചെന്ന് ചോദിക്കുമ്പോൾ ഇല്ലടാ ഞാൻ ഒഴിച്ചില്ല എന്ന് പറഞ്ഞാൽ ഈ ബെഡ്ഷീറ്റ് എടുത്ത് മണപ്പിക്കും. പുള്ളി ഇത് കണ്ടോ എന്ന് പറഞ്ഞ് മണപ്പിക്കുമ്പോൾ മരുമകൻ അത് കണ്ടുകൊണ്ട് വരും. മരുമകൻ അളിയനോട് ചോദിക്കും, അളിയൻ അച്ഛനെ കൊല്ലാൻ വരുകയാണെന്ന് ചോദിക്കും. അത് മകന് ഒരു ഫീൽ ചെയ്യും, അപ്പനെ കൊല്ലാൻ. പുള്ളിയോട് ഒന്ന് ക്ഷമ അച്ഛൻ ക്ഷമിക്കും, ഞാൻ അങ്ങനെ അറിഞ്ഞുകൊണ്ട് ചെയ്തതല്ല എന്ന് പറഞ്ഞ് പുള്ളി നല്ല ഇതാ പറയുന്നത്. അപ്പോൾ ആ മകൻ ക്ഷമ പറയുമ്പോൾ അച്ഛൻ മറുപടി കൊടുക്കുന്നതാണ് ആ സീൻ. എന്നാലേ എൻ്റെ ആരവില്ലടാവേ, ആരവില്ല, 10-100 കൊല്ലം ഉപയോഗിച്ച സാധനങ്ങളൊക്കെ അല്ലേ മക്കളെ. പിച്ചാത്തിയാണെങ്കിലും കുറേ കാലം ഉപയോഗിച്ച് കഴിയുമ്പോൾ തേയ്മാനം വരത്തില്ലേ. 101 കൊല്ലം തൂറിയ ചന്തിയല്ലേടാ, ഇടിക്കുന്നിടത്തേക്ക് നിൽക്കുകയല്ലേടാകുവേ. ഒരു ഘട്ടം കഴിഞ്ഞാൽ ഇതൊന്നും നമ്മുടെ നിയന്ത്രണത്തിലല്ലടാ. മുടിയാനെ കൊണ്ട് ചാകാതിരുന്ന എന്തോ ചെയ്യുമെന്ന് പറ. നീറാണോ എന്നെ കടിച്ചെങ്കിൽ ചാകാനേ? നോക്കുന്നവരൊക്കെ വശം കെട്ടു പോകുമെന്നറിയാം. എന്നാലും അവനവൻ്റെ മനോമൂത്രമൊക്കെ ഒരു ശീലമായി കഴിയുമ്പോൾ ഞങ്ങൾക്കൊന്നും അത് നാറത്തില്ല മക്കളെ. മൂത്രമാണേലും സ്വന്തമല്ലേടാ, എന്തോ ചെയ്യാനാന്ന് പറ. അവരാ മേലോട്ടൊന്ന് വിളിക്കട്ടെ. അച്ഛനൊരു അഭിപ്രായം പറയട്ടെ. ഈ പത്തനാപുരത്തൊരു ഗാന്ധി ഭവനുണ്ടെന്ന് കേട്ടു. പ്രായമായവരെയൊക്കെ മാന്യമായി നോക്കുന്നെന്നാ കേട്ടെ. നിങ്ങൾ പോകുന്നതിന് മുമ്പ് അവിടെ ചെന്നൊന്ന് അന്വേഷിച്ചിട്ട് അച്ഛനെ അവിടെ കൊണ്ട് ചെന്നങ്ങ് ആക്ക് മക്കളെ. ചത്ത് കഴിയുമ്പോ എന്നെ എൻ്റെ കുട്ടനാട്ടിക്കൊണ്ട് കത്തിച്ച് കളയാൻ പറയണേ. എൻ്റെ അച്ഛനും അമ്മയൊക്കെ എരിഞ്ഞടങ്ങിയ മണ്ണല്ലേ, പെറ്റതള്ള ഉറങ്ങുന്ന മണ്ണല്ലേ നീ. അച്ഛനിപ്പോ പേരറിയാവുന്ന ദൈവങ്ങളോടൊക്കെ എൻ്റെ മക്കൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നത് എന്താണെന്നറിയുമോ? എൻ്റെ ഈ ആയുസ് എൻ്റെ മക്കൾക്ക് കൊടുക്കല്ലേ തമ്പുരാനെ എന്നാ. എന്തിനാ? അത്രേ ഉള്ളൂ. ഒരു രക്ഷയില്ല. സൂപ്പറായി പ്രമോദം, അടിപൊളി. അത് ആരാളും വിഷമിച്ചു പോകും. നമ്മുടെ ഉള്ളിൽ തെറ്റി തന്നെ പറയുന്നത്, അതുകൊണ്ട് നമ്മുടെ കണ്ണ് പറയുന്നത്. ഭയങ്കര നമ്മളൊരു അഭിനയമായിട്ടോ അല്ലെങ്കിൽ നമ്മുടെ അവസ്ഥയൊക്കെ അല്ലേ കുറച്ച് കഴിയുമ്പോഴേ നമ്മുടെയൊക്കെ മക്കളെ നമ്മൾ നോക്കുന്നുള്ള വിശ്വാസമുണ്ട്. അങ്ങ് നമ്മൾ ജോലി ചെയ്യുക. എൻ്റെ അച്ഛനെ ഓർമ്മ വന്നില്ല. അത് എല്ലാവർക്കും അങ്ങനെ. എന്നോട് കലവൂർ ഒരു സ്ഥലത്ത് നാടകം കളിച്ചപ്പോൾ ഒരു ചെറുപ്പക്കാർ ഓടി വന്നതിനെ കെട്ടിപ്പിടിച്ചിട്ട് നെഞ്ച് വെച്ചിട്ട് കാലത്തൊട്ട് പറഞ്ഞു, ഈ പറഞ്ഞത് മുഴുവൻ ഞാൻ എൻ്റെ അച്ഛനോട് പറഞ്ഞാന്ന് പറഞ്ഞു.
അതുകൊണ്ട് ഞാൻ എൻ്റെ അച്ഛൻ്റെ കാല് പിടിക്കുന്ന പോലെ പിടിക്കുമെന്ന് പറഞ്ഞു. അയ്യോ അതെനിക്ക് ഭയങ്കരമായിട്ട് ഫീൽ ചെയ്തു. പറച്ചിൽ വല്ലാത്ത ഇത്ര ഡയലോഗില്ല. അതൊക്കെയാണ് ലെജൻഡിൻ്റെ ഡയലോഗ്. ഒന്നും കളയാൻ അതിനാ കളയുന്നത്. ഇതിനകത്ത് എന്തെങ്കിലും കളയാനുണ്ടോ? അത് ഞാൻ പറഞ്ഞില്ല, ആ 101 കൊല്ലം തൂറിയ ചന്തിയല്ലെന്ന് പറയുമല്ലോ, അതൊരിച്ചിരി പിന്നെ ഒരൊറ്റ പിടിയാ. നമ്മളാ കറക്റ്റ് ആ ഹുക്കായിടുന്നു അവിടെ ചലിക്കുകയല്ല, കറക്റ്റ് ഇരിക്കും അത്.